എല്ലാവർക്കും നമസ്കാരം. ക്യാൻഗ്ര മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വണ്ടി മസ്തയാണ്, മസ്ത 3 ആണ്. ഇതിനെന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് മേശ്വരിയോട് ചോദിക്കാം. മേശ്വരി, അപ്പോൾ എന്തായിരുന്നു പ്രശ്നം? ഇതിന് പ്രശ്നം ഫ്യൂൽ ടാങ്കിൻ്റെ ഡോറ് അടയുന്നില്ല. ഓക്കെ. പ്രശ്നം ഈ കേബിൾ ഉണ്ട്, ഇവിടെ ഒരു കേബിൾ ഉണ്ട്. ഓക്കെ. ഈ കേബിളിനകത്തിൽ തുരുമ്പ് കയറിയിട്ട് അത് ജാമായിരിക്കുകയാണ്. കാണാൻ കഴിയുന്നുണ്ടല്ലോ, തുരുമ്പ് എടുത്തിട്ട് കേബിൾ ജാമായി പോയി. നോക്കാം, എന്താണെന്ന് ഊരിയിട്ട് നോക്കാം. ഓക്കെ. കേബിൾ അഴിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ. ഏതാണ് സോക്കറ്റ് എന്ന് പറഞ്ഞില്ല. സൈസ് സോക്കറ്റ് 14-ൻ്റെ 14 സോക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നട്ട് ഊരിയ ശേഷം ഡിക്കിയിൽ കയറിയിട്ട് ഒരു ചെറിയൊരു ഫ്ലാപ്പുണ്ട്, അത് ഊരിയെടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ അതിൻ്റെ അകത്തിലൂടെ കൈ ഇട്ടിട്ട് നമുക്ക് കേബിളിൻ്റെ അറ്റം ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ. ഇതാണ് കേബിള്. ഇവിടെ തുരുമ്പ് ആയതുകൊണ്ടാണ് ഇത് അങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുന്നില്ല, കാണാൻ പറ്റും. ഇതിനകത്തിൽ നമ്മളൊന്ന് അടുത്തുനിന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് തുരുമ്പായതുകൊണ്ടാണ് അങ്ങോട്ടും മുന്നോട്ടും പുറകോട്ടും പോകേണ്ടതാണ് ഈ സാധനം. ഇത് തുരുമ്പായ ആക്ഷൻ ആകുന്നില്ല അല്ലേ? ആക്ഷൻ വർക്ക് ചെയ്യുന്നില്ല സ്പ്രിങ്ങിൻ്റേത്. നമുക്ക് കുറച്ച് WD-40 അടിച്ചൊന്ന് ക്ലീൻ ചെയ്യാം. ഒട്ടും അനക്കമൊന്നുമില്ല. അപ്പോൾ അത് WD-40 അടിച്ചിട്ടും ഇളകി വരുന്നില്ല. നമ്മളിപ്പോൾ കേബിളിൽ നിന്ന് ഈ ലോക്കിംഗ് മെക്കാനിസം ഊരി എടുത്തിട്ട് പിന്നെ എല്ലാം ഇളക്കി ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ. നമ്മൾ WD-40 അടിച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു, എന്നിട്ട് നടക്കുന്നില്ല. ആ തുരുമ്പിൻ്റെ കൂടുതൽ കൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ഇത് എടുക്കുകയാണ്. ഇത് ഒരു മൂവ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ട് കേബിളും ഊരിയെടുക്കാൻ പാടാണ്. ഒരു വിധത്തിൽ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഊരി ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് തുരുമ്പൊക്കെ ഒന്ന് കളയാൻ ശ്രമിക്കുകയാണ്. ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. WD-40 അടിച്ച് തുരുമ്പ് കളയാൻ ശ്രമിച്ചു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമുക്ക് ഇതിൽ അധികം ബലം കൊടുക്കാനും പറ്റത്തില്ല, പ്ലാസ്റ്റിക്കാണ് ഇത്. ആക്ഷൻ സ്പ്രിങ്ങിൻ്റെ താഴെ ഇരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ്. പിന്നെ നമുക്കിത് ചൂടാക്കാനും പറ്റില്ല, പ്ലാസ്റ്റിക് ആയത് കാരണം. അതുകൊണ്ട് മാക്സിമം നമുക്ക് പുതിയത് വാങ്ങാതെ ശ്രമിക്കുവാണ് നമ്മൾ. പക്ഷേ വാങ്ങിക്കേണ്ടി വരും, എന്നാലേ ഇത് നടക്കുള്ളൂ. ഓക്കെ. ഇല്ല, നമുക്ക് പുതിയത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു ആക്ഷനാണോ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുന്നത്? ഈ ഒരു ലോക്ക് മാത്രം നമ്മൾ പുതിയതായിട്ട് വാങ്ങി, എന്നിട്ട് ഇവിടെ കേബിൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടതാണ്. ഇത് സീസ് ആയിരിക്കുകയാണ്, സ്റ്റക്കായിപ്പോയി അല്ലേ? സ്റ്റക്കായിപ്പോയി. ഓക്കെ. നമുക്ക് പുതിയ വാങ്ങിച്ചിട്ട് പുതിയ ഇടാം. ഓക്കെ. അപ്പോൾ നമുക്ക് പുതിയ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടല്ലേ? ലോക്ക് കിട്ടിയിട്ടുണ്ട്. ലോക്ക് കിട്ടി. ഡീലറുടെ കയ്യിൽ മാത്രമേ ഈ സാധനം ഉള്ളൂ. നമ്മുടെ സ്പെയർ പാർട്സ് കടയിലൊന്നും കിട്ടിയില്ല. ഇല്ല. അപ്പോൾ 2 ദിവസം എടുത്ത് നമുക്ക് ഓർഡർ ചെയ്തിട്ട് കിട്ടാനായിട്ട്. ഇപ്പോൾ ഡീലർഷിപ്പിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റ് മൊത്തത്തിലാണ് നമ്മൾ മാറാൻ പോകുന്നത്. ഇതാണ് ഇങ്ങനെയാണ് ഇത് ലോക്ക് വന്നത്. ഈ റബ്ബറാണല്ലേ നമുക്ക് ഇതാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക്. ഓക്കെ. നമ്മുടെ കേബിളിന് അറ്റത്തായിട്ട് വരും ഇത്. നേരത്തെ ഇരുന്നത് തുരുമ്പെടുത്ത് നമ്മൾ ട്രൈ ചെയ്തു, ശ്രമിച്ചിട്ട് നടന്നില്ല. അതുകൊണ്ടായി പോയി. അതിങ്ങനെ ഈ മൂവ്മെന്റ് ഇല്ല അതിന്. ഓക്കെ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ കേബിൾ വലിച്ചെടുത്തിട്ട് ബാക്കിൽ നിന്ന് എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. ഓക്കെ. കേബിൾ ഈ ഗ്രൂവിലൂടെ ഇടുന്നു, എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് പഴയ പോലെ തന്നെ നമ്മൾ അതോട്ട് തള്ളി വെച്ചിട്ട് ആ ഫ്രണ്ടിലെ നട്ടിടുന്നു. ഓക്കെ. ഫ്രണ്ടിലെ നട്ടിടുന്നു. ശരി, നോക്കാം. ഓക്കെ. അപ്പോൾ അതൊക്കെ ഇത് ഇതിനകത്തിലോട്ട് തള്ളി വെച്ച് കഴിഞ്ഞാൽ കയറി പോരും. ഓക്കെ. ചെറുതായിട്ട് പുഷ് ചെയ്ത് കൊടുത്തതാ അത് വന്നിട്ടുണ്ട്. ആ ഒരു സ്പേസിൽ കൂടെ അത് പുറത്തേക്ക് ഇവിടുത്തെ ആ ലോക്കും ആ നട്ടും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ലോക്ക് നട്ടും ഇട്ട് അത് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്താൽ മതിയല്ലോ? അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മളിതിൻ്റെ കേബിളിൻ്റെ ബാഗിൽ പിടിച്ചുകൊണ്ട് തന്നെ ഈ ലോക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം ഈ നട്ടും ഇട്ട് ടൈറ്റ് ചെയ്യുന്നു.
നട്ടും അകത്തൂടെ വന്ന ആ ഒരു കറുത്ത ആ ഒരു ബുഷുള്ള സെറ്റ് അതും കൂടെ ചേർത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നല്ലതായിട്ട് ടൈറ്റ് ചെയ്തോണ്ട് ഇങ്ങനെ അടച്ചു നോക്കുന്നു. ഓക്കെ, വർക്ക് ചെയ്യണം. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വർക്ക് ചെയ്തൊന്ന് ചെക്ക് ചെയ്യാം. മെഷീൻ തുറക്കൂ. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വർക്ക് സക്സസ് ആണ്. നമ്മൾ വർക്ക് സക്സസ് ആയി. അതിനുശേഷം മറന്നു പോകരുത്, ഡിക്കിയിലുള്ള ഈ ചെറിയ ഫ്ലാപ്പ് തിരിച്ച് അതുപോലെ വെക്കുന്നു. നമ്മൾ ഊരിയ ഫ്ലാപ്പ് തിരിച്ച് അതുപോലെ തന്നെ വെക്കുകയാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഫ്യൂൽ ഡോറിന് നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പരിഹരിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.